ഹായ് എവറി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ ജോബ് അപ്ഡേറ്റുമായിട്ടാണ്. SBIയിൽ നിയമനം വന്നിട്ടുണ്ട്. ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. SBI റിക്രൂട്ട്മെൻറ്റ് 2025 FLC കൗൺസിലർമാരുടെയും ഡയറക്ടർമാരുടെയും ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ബാങ്കിങ് ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ടോട്ടൽ 269 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലുടനീളമുള്ള FLC കൗൺസിലർമാരുടെയും ഡയറക്ടർമാരുടെയും തസ്തികകളാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 28/2/2025 മുതൽ 21/3/2025 വരെ ഓൺലൈനായി പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. SBI റിക്രൂട്ട്മെൻറ്റ് 2025 ഹൈലൈറ്റുകളാണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, തസ്തികയുടെ പേര് FLC കൗൺസിലർമാർ, ഡയറക്ടർമാർ. ജോലി തരം ബാങ്കിങ്, റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. വാക്കൻസികൾ 269. ജോലി സ്ഥലം ഇന്ത്യയിലുടനീളം. സാലറി 30,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്നത്. അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 28/2/2025. അവസാന തീയതി 21/3/2025 മുമ്പായിട്ട് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് സാലറി ഡീറ്റെയിൽസ് ആണ്. ക്ലറിക്കൽ നമ്പർ 30,000 രൂപ, JMGS 40,000 രൂപ, MMGS 2 45,000 രൂപ, MMGS 3 45,000 രൂപ, MMGS 4 50,000 രൂപ വരെയാണ്. പ്രായപരിധി 2025 ഫെബ്രുവരി 28 സ്ഥാനാർത്ഥിയുടെ കുറഞ്ഞത് 60 വയസ്സും പരമാവധി 63 വയസ്സും ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം എലിജിബിൾ ആയവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. FLC കൗൺസിലർമാർ യോഗ്യത ബാങ്ക്, EABകൾ, RABകൾ ഉൾപ്പെടെയുള്ള സ്കെയിൽ 1 മുതൽ SGS 4 വരെയുള്ള മറ്റ് PSBകളിലെ വിരമിച്ച ഉദ്യോഗസ്ഥരെ മേൽപ്പറഞ്ഞ തസ്തികകളിലേക്ക് സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർമാരായി നിയമിക്കുന്നതിന് പരിഗണിക്കും. ഞങ്ങളുടെ ബാങ്ക്, EABകൾ, മറ്റ് PSBകളിൽ നിന്ന് ആവശ്യമായ എണ്ണം വിരമിച്ച ജീവനക്കാരുടെ എണ്ണം ലഭ്യമെങ്കിൽ ഞങ്ങളുടെ ബാങ്ക്, EABകളിൽ നിന്ന് വിരമിച്ച ക്ലറിക്കൽ ജീവനക്കാരെ മാത്രമേ നിയമിക്കുന്നതിന് പരിഗണിക്കൂ. സ്കെയിൽ 1 അതിനു മുകളിലും വിരമിച്ച ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ EABകൾ, മറ്റ് PSBയിൽ നിന്ന് വിരമിച്ച ക്ലറിക്കൽ ഓഫീസർമാർ. ആവശ്യ യോഗ്യതകൾ: ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കൗൺസിലർമാർ പൊതുജനങ്ങൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടതിനാൽ പ്രാദേശിക ഭാഷയിൽ വായന, എഴുത്ത്, സംസാരിക്കൽ, മനസ്സിലാക്കൽ പ്രാവീണ്യം, കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള പ്രവർത്തന പരിജ്ഞാനവും അത്യാവശ്യമാണ്. പ്രത്യേക യോഗ്യത: വിരമിച്ച ഉദ്യോഗസ്ഥന് ഒരു സ്മാർട്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടറിനെക്കുറിച്ചുള്ള അറിവ് അത്യാവശ്യമാണ്. നെക്സ്റ്റ് FLC ഡയറക്ടർമാർ. കരാർ പ്രകാരം യോഗ്യത SBI അല്ലെങ്കിൽ EABകൾ, മറ്റ് PSBകൾ, RRBകൾ എന്നിവയുടെ സ്കെയിൽ 3 and 4 വിരമിച്ച ഉദ്യോഗസ്ഥർ. ആവശ്യ യോഗ്യതകൾ: ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും FLC ഡയറക്ടർമാർ പൊതുജനങ്ങൾക്ക് കൗൺസിലിംഗ് നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാദേശിക ഭാഷയിൽ വായന, എഴുത്ത്, സംസാരിക്കൽ, മനസ്സിലാക്കൽ പ്രാവീണ്യം ഉണ്ടായിരിക്കുകയും കമ്പ്യൂട്ടറുകളെക്കുറിച്ചുള്ള പ്രവർത്തന പരിജ്ഞാനം അത്യാവശ്യമാണ്. പ്രത്യേക യോഗ്യത: വിരമിച്ച ഉദ്യോഗസ്ഥന് ഒരു സ്മാർട്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടറിൽ പരിജ്ഞാനം അത്യാവശ്യമാണ്. അപേക്ഷാ ഫീസ് SBI റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഷോർട്ട് ലിസ്റ്റിംഗ്. കുറഞ്ഞ യോഗ്യതയും പരിചയവും നിറവേറ്റിയതുകൊണ്ട് മാത്രം ഉദ്യോഗാർത്ഥി അഭിമുഖത്തിന് വിളിക്കപ്പെടുന്നതിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. ബാങ്ക് രൂപീകരിച്ച ഷോർട്ട് ലിസ്റ്റിംഗ് കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റിംഗ് പാരാമീറ്ററുകൾ തീരുമാനിക്കും. അതിനുശേഷം ബാങ്ക് തീരുമാനിക്കുന്നത് പോലെ മതിയായ എണ്ണം ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അഭിമുഖത്തിന് വിളിക്കും. അഭിമുഖത്തിന് ഉദ്യോഗാർത്ഥികളെ വിളിക്കണോ വേണ്ടയോ എന്ന ബാങ്കിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. ഇക്കാര്യത്തിൽ ഒരു കത്തിടപാടുകളും സ്വീകരിക്കുന്നതല്ല. അഭിമുഖത്തിന് 100 മാർക്ക് ഉണ്ടായിരിക്കും. അഭിമുഖത്തിലെ യോഗ്യതാ മാർക്ക് ബാങ്ക് തീരുമാനിക്കും. ഇക്കാര്യത്തിൽ ഒരു കത്തിടപാടുകളും സ്വീകരിക്കുന്നതല്ല. മെറിറ്റ് ലിസ്റ്റ് അന്തിമ തിരഞ്ഞെടുപ്പിനുള്ള
സർക്കിൾ തിരിച്ചുള്ള വിഭാഗം തിരിച്ചുള്ള മെറിറ്റ് ലിസ്റ്റ് അഭിമുഖത്തിൽ മാത്രം ലഭിച്ച സ്കോറുകളുടെ അവരോഹണക്രമത്തിൽ തയ്യാറാക്കും. ഇത് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞ യോഗ്യതാ മാർക്ക് നേടുന്നതിന് വിധേയമായിരിക്കും. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ പൊതു കട്ട് ഓഫ് മാർക്ക് നേടിയാൽ അത്തരം സ്ഥാനാർത്ഥികളെ അവരുടെ പ്രായത്തിനനുസരിച്ച് അവരോഹണക്രമത്തിൽ മെറിറ്റിൽ റാങ്ക് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ FLC കൗൺസിലർമാർക്കും ഡയറക്ടർമാർക്കും യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. 2025 ഫെബ്രുവരി 28 മുതൽ 2025 മാർച്ച് 21 വരെ നിങ്ങൾക്ക് ഓൺലൈനായി ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യയോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.